നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ആമക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം വെള്ളിയാഴ്ച ആഘോഷിക്കും. ദേവസ്വം കമ്മിറ്റിയുടെയും വിവിധ ആഘോഷ കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ വൈവിധ്യമാർന്ന പൂരം വരവുകൾ ഉണ്ടാകും. പൂരാഘോഷം CCTV പ്രാദേശിക ചാനലിൽ തത്സമയം സംപ്രേഷണം ചെയ്യും. ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രത്യേക പൂജകൾക്ക് തന്ത്രി പാലക്കാട്ടിരി നാരായണൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. 5 ആനയും പഞ്ചവാദ്യത്തോടുകൂടി ദേവസ്വത്തിന്റെ എഴുന്നള്ളിപ്പ് വൈകിട്ട് 3-ന് ക്ഷേത്രാങ്കണത്തിൽ നിന്ന് ആരംഭിക്കും. ദേവസ്വം പഞ്ചവാദ്യത്തിന് ചെറുപ്പുളശ്ശേരി ശിവൻ, കരിയന്നൂർ നാരായണൻ നമ്പൂതിരി, ഹരീഷ് നമ്പൂതിരി, ജയൻ തിരുവില്ലാമല, കുട്ടിനാരായണൻ എന്നിവർ നേതൃത്വം നൽകും. വൈകിട്ട് നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ 27 ആനകൾ അണിനിരക്കും. സൌത്ത് ന്യൂ ബസാർ ആഘോഷ കമ്മിറ്റിയുടെ എഴുന്നള്ളിപ്പിന് തെച്ചിക്കോട്ട് രാമചന്ദ്രൻ, മലദേശം സെന്റർ കമ്മിറ്റിയുടെ ആഘോഷത്തിന് തിരുവമ്പാടി ചന്ദ്രശേഖരൻ, CK നഗർ കമ്മിറ്റിക്ക് വേണ്ടി പുതുപ്പള്ളി കേശവൻ, വട്ടേനാട് ദേശം സെന്റർ കമ്മിറ്റിയുടെ എഴുന്നള്ളിപ്പിന് പാമ്പാടി രാജനും തിടമ്പുകളേറ്റും. വിവിധ ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള വാദ്യാഘോഷങ്ങൾ ഉത്സവത്തിന് മാറ്റുകൂട്ടും. പരമ്പരാഗത കലകളായ തിറ, പൂതം, കരിങ്കാളി, പ്രാചീന വേഷങ്ങൾ, താളമേള വാദ്യങ്ങൾ എന്നിവയും ക്ഷേത്രാങ്കണത്തിലെത്തും. ഷൊർണൂർ DYSP, ചാലിശ്ശേരി SHO, വിവിധ വകുപ്പുതല ഉദ്യോഗസ്ഥർ എന്നിവരുടെ നേതൃത്വത്തിൽ ക്ഷേത്രനഗരിയിൽ യോഗം ചേർന്നു. ഓരോ കമ്മിറ്റികൾക്കും ക്ഷേത്രത്തിനുള്ളിൽ നിശ്ചിത സമയം അനുവദിച്ചിട്ടുണ്ടെന്നും യോഗ തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിന് കമ്മിറ്റികൾ സഹകരിക്കണമെന്നും ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. മാർച്ച് 14 കാലത്ത് തന്ത്രി പൂജ ഉണ്ടാവും. അത് കഴിഞ്ഞ് പൂരം ഉച്ചയ്ക്ക് 3 മണിക്ക് ദേവസ്വം പൂരം എഴുന്നള്ളിക്കും. അതിന് പ്രാദേശിക പൂരങ്ങൾ അതിന് ശേഷം 5:15 മുതൽ ക്ഷേത്ര മൈതാനിയിലെത്തും. 5:15 മുതലാണ് ക്ഷേത്രമൈതാനിൽ പ്രാദേശിക പൂരങ്ങളെത്തുക. 19 ആനപ്പൂരങ്ങളും ബാക്കി 13 മറ്റ് കാഴ്ചകളുമാണ് ദേവസ്വത്തിൽ ഈ പ്രാവശ്യം എത്തുന്നത്. 96 ദേശത്തു നിന്നായിട്ട് എത്തിച്ചേരുന്നത്. ആനകൾ ഒരു 30 ആനകളാണ് ഇപ്രാവശ്യം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പട്ടാമ്പി ഷൊർണൂർ പാതയിലെ വാടാനാംകുറിശ്ശിയിൽ ടോറസ് ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം, ഒരാൾക്ക് പരിക്ക്. വാടനാംകുറിശ്ശി മാടിന് സമീപത്താണ് വാഹനാപകടം ഉണ്ടായത്. ടോറസ് ലോറിയിൽ സ്കൂട്ടർ ഇടിച്ചായിരുന്നു അപകടം. വ്യാഴാഴ്ച രാവിലെ 6:30 മണിയോട് കൂടിയായിരുന്നു അപകടം സംഭവിച്ചത്. സ്കൂട്ടർ യാത്രികനെ പരിക്കുകളോടെ പട്ടാമ്പിയിലെ സേവന ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പട്ടാമ്പി ഭാഗത്തേക്ക് പോകുകയായിരുന്ന ടോറസ് ലോറിയും കുളപ്പുള്ളി ഭാഗത്ത് നിന്നും പട്ടാമ്പി ഭാഗത്തേക്ക് പോകുകയായിരുന്ന സ്കൂട്ടറുമാണ് അപകടത്തിൽപ്പെട്ടത്. സ്കൂട്ടറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. കഞ്ചാവ് ലഹരിയിൽ വെട്ടുകത്തിയുമായി 15-കാരന്റെ പരാക്രമം. ആനക്കര ചേകന്നൂർ അങ്ങാടിയിലാണ് ഹാർഡ്വെയർ ഷോപ്പിൽ നിന്നും വെട്ടുകത്തിയെടുത്ത് 15-കാരൻ പരാക്രമം നടത്തിയത്. കുട്ടിയെ നാട്ടുകാർ പിടികൂടി പൊന്നാനി പോലീസിന് കൈമാറി. കഴിഞ്ഞ ദിവസം വൈകിട്ട് 5:30ഓടെയാണ് സംഭവം. ആനക്കര സ്കൂളിന് സമീപത്തെ പൂരത്തിന് പങ്കെടുക്കാനെത്തിയ യുവാക്കൾ തമ്മിൽ ചേകന്നൂർ അങ്ങാടി ഭാഗത്ത് വെച്ച് വാക്കുതർക്കവും കയ്യാങ്കളിയും ഉടലെടുത്തിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു 15-കാരന്റെ പരാക്രമം. ജോയിന്റ് കൗൺസിൽ പട്ടാമ്പി മേഖലാ സമ്മേളനം സംഘടിപ്പിച്ചു. പട്ടാമ്പി കുളത്തിങ്കൽ ടവറിലായിരുന്നു സമ്മേളനം. ജോയിന്റ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് സർവീസ് ഓർഗനൈസേഷൻസിന്റെ പട്ടാമ്പി മേഖലാ സമ്മേളനമാണ് പട്ടാമ്പി കുളത്തിങ്കൽ ടവറിൽ വെച്ച് സംഘടിപ്പിച്ചത്. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MC ഗംഗാധരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമ്മൾ നടത്തിയ പരിപാടി ഉദ്ഘാടനം ചെയ്തത് ഇന്നത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ മന്ത്രിയായ MP രാജേഷാണ്. അദ്ദേഹം ആ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത് ഈ മാതൃക കേരള സംസ്ഥാനം ഒട്ടാകെ നടപ്പിലാക്കാൻ പോവുകയാണ്. അങ്ങനെയാണ് ഇന്ന് നമ്മുടെ നാട്ടുപുറങ്ങളുടെ വാടുപാടാന്തരം പ്ലാസ്റ്റിക് ബോട്ടിൽ ബൂത്തുകൾ വന്നത്. പ്ലാസ്റ്റിക്കിനോട് നമ്മൾ വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പാതയോരങ്ങളെല്ലാം തന്നെ പ്ലാസ്റ്റിക് വിമുക്തമായി, ഫ്ലക്സ് വിമുക്തമായി, പൊടി വിമുക്തമായി ജനങ്ങൾ വലിയ നേട്ടത്തിന്റെ പുറയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പുറയിലേക്ക് പോകുന്നതിന്റെ എല്ലാ ബുദ്ധിയുടെ പ്രഭാവകേന്ദ്രം എന്ന് പറയുന്നത് ജോയിന്റ് കൗൺസിൽ എന്ന സംഘടന കൊടുത്തുവിട്ട ആശയങ്ങളുടെ പിൻബലത്തിലാണ്. ആ ആശയങ്ങളുടെ പിൻബലം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വീണ്ടുമ്പോൾ അത്തരം ആശയങ്ങൾ വളർന്നു വരണം. ആശയങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള പശ്ചാത്തലം ഒരുക്കാൻ കഴിയണം. അത്തരത്തിൽ ആശയങ്ങളുടെ വളർച്ചയും പശ്ചാത്തല സൗകര്യവും ഒരുക്കി ജോയിന്റ് കൗൺസിൽ എന്ന് പറയുന്ന പ്രസ്ഥാനം കേരളത്തിന്റെ സിവിൽ സർവീസിന്റെ മണ്ണിലെ ഏറ്റവും വലിയ പ്രസ്ഥാനമായി ഇന്ന് അതിരതനായി കേരളത്തിന്റെ സംസ്ഥാനത്ത് വാഴുമ്പോൾ ആ അതിരതന്റെ കൂടി കീഴിൽ ഞാനുമുണ്ട് എന്ന് പറയാൻ കിട്ടിയ ഈ അവസരത്തെ മേഖലാ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു. മേഖലാ വനിതാ കമ്മിറ്റി സെക്രട്ടറി T സുനിത, മിനി NR, ജോയിന്റ് കൗൺസിൽ ജില്ലാ സെക്രട്ടറി PD അനിൽകുമാർ,
ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം ഇജു ആന്റണി, ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കൗൺസിൽ അംഗം കെ രാജൻ, ജോയിന്റ് കൗൺസിൽ മേഖലാ ട്രഷറർ ശ്രീജൻ സി പാണി, മേഖലാ ജോയിന്റ് സെക്രട്ടറി VP ജുബൈർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. പട്ടാമ്പി താലൂക്കിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. തഹസിൽദാർ TP കിഷോർ സംഗമം ഉദ്ഘാടനം ചെയ്തു. റംദാനോടനുബന്ധിച്ചാണ് പട്ടാമ്പി താലൂക്ക് ഓഫീസിലെ റവന്യൂ സ്റ്റാഫ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ താലൂക്ക് കോൺഫറൻസ് ഹാളിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചത്. തഹസിൽദാർ TP കിഷോർ സംഗമം ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് ഡെപ്യൂട്ടി കളക്ടർ സക്കീർ ഹുസൈൻ, പട്ടാമ്പി ഭൂരേഖ തഹസിൽദാർ ഗിരിജാദേവി, സെയ്ദ് മുഹമ്മദ്, പട്ടാമ്പി ഡെപ്യൂട്ടി തഹസിൽദാർ അഫ്സത്ത്, റവന്യൂ സ്റ്റാഫ് കൗൺസിൽ പ്രസിഡന്റ് അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തികളെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. തുടർന്ന് ഇഫ്താർ വിരുന്നുമുണ്ടായിരുന്നു. 250ഓളം റവന്യൂ ജീവനക്കാർ സംഗമത്തിൽ പങ്കെടുത്തു. ഇതോടെ നിളയൊരു വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.